എല്ലാവർക്കും സ്ട്രോബെറി ചാനലിൻ്റെ ഗസ്റ്റ് ഷെഫ് സെഗ്മെൻറ്റിലേക്ക് സ്വാഗതം. അമ്മൂസ് മന്ത്ര എന്ന യൂട്യൂബ് ചാനലിലെ അനീറ്റ ജെറിനാണ് ഇന്നത്തെ നമ്മുടെ ഗസ്റ്റ് ഷെഫ്. അനീറ്റയുടെ മറ്റു റെസിപ്പികൾ അമ്മൂസ് മന്ത്ര എന്ന ചാനലിൽ കാണാവുന്നതാണ്. ഹായ് ഫ്രണ്ട്സ്, സ്ട്രോബെറി ചാനലിൻ്റെ ഗസ്റ്റ് ഷെഫ് സെഗ്മെൻറ്റിലേക്ക് സ്വാഗതം. ഞാൻ അനീറ്റ ജെറിൻ. ഒരു ഡിഫറെൻറ്റ് റെസിപ്പിയാണ് ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത്. പോർക്ക് ബിരിയാണി അധികം ആരും ട്രൈ ചെയ്യാത്ത ഒരു റെസിപ്പിയാകും. പക്ഷേ പോർക്ക് കഴിക്കുന്ന എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യേണ്ട റെസിപ്പിയാണ്. കാരണം സംഭവം സൂപ്പറാണ്. നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന്. ഞാനിവിടെ 1/2 കിലോ പോർക്ക് വൈറ്റ് വിനീഗർ എല്ലാം ഒഴിച്ച് നന്നായിട്ട് കഴുകി നീറ്റാക്കി എടുത്തിട്ടുണ്ട്. നമുക്കിതിനെ ആദ്യം ഒന്ന് മാരിനേറ്റ് ചെയ്യാം. മാരിനേറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. 1.5 ടീസ്പൂൺ ഇഞ്ചി ചതച്ചതും 1 ടീസ്പൂണോളം വെളുത്തുള്ളി ചതച്ചതും ചേർത്ത് കൊടുക്കാം. പച്ചമുളക് നമ്മുടെ എരിവിനനുസരിച്ച് ചേർക്കാം. 4-5 പച്ചമുളക് ചെറുതായി എരിഞ്ഞത്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ഫുൾ ടീസ്പൂൺ മുളക് പൊടി, 1.5 ടീസ്പൂണോളം മല്ലിപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, 2 ടീസ്പൂൺ വൈറ്റ് വിനീഗർ, 1/2 മുതൽ 1/4 ടീസ്പൂൺ വരെ ഗരം മസാല. ഇത്രയും ഇൻഗ്രീഡിയൻസ് ചേർത്ത് നമുക്ക് പോർക്കിനെ നന്നായിട്ട് മാരിനേറ്റ് ചെയ്യാം. മാരിനേറ്റ് ചെയ്ത പോർക്ക് കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നത് നല്ലതാണ്. റെസ്റ്റിംഗ് ടൈം കഴിഞ്ഞാൽ നമുക്ക് പോർക്കിനെ ഒരു കുക്കറിലേക്ക് മാറ്റാം. ഗ്രേവിക്ക് വേണ്ടിയിട്ട് ഒരു 1/4 കപ്പ് വെള്ളം കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. കുക്കർ അടച്ച് നമുക്ക് പോർക്കിനെ വേവിക്കാം. വിസിലിന് വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം. ഒരു വിസിൽ വന്നതിന് ശേഷം ഫ്ലെയിം ചെറുതാക്കിയിട്ട് ഒരു 10-15 മിനിറ്റ് വരെ നമുക്ക് കുക്ക് ചെയ്യാം. അതിനുശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് പ്രഷർ താനെ റിലീസ് ആവാൻ അനുവദിക്കാം. ഈ സമയത്ത് നമുക്ക് പോർക്ക് ബിരിയാണിക്ക് വേണ്ട മസാല പ്രിപ്പയർ ചെയ്യാം. പാൻ എടുത്ത് വെച്ചു. 1-1.5 ടീസ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. 2 കപ്പ് സവോള കനം കുറച്ച് ഹാഫ് സ്ലൈസ്ഡ് ആയിട്ട് നീളത്തിൽ അരിഞ്ഞതാണ്. എല്ലാവർക്കും അറിയാവുന്നത് പോലെ തന്നെ സവോള പെട്ടെന്ന് വഴന്നു വരാനായിട്ട് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർക്കുമ്പോൾ സൂക്ഷിക്കണം. പോർക്കിനുള്ള ഉപ്പ് നമ്മൾ ഓൾറെഡി ചേർത്തിട്ടുണ്ട്. ഗ്രേവിക്ക് ആവശ്യമായ ഉപ്പ് മാത്രം ചേർത്താൽ മതി. ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് നമുക്കിപ്പോൾ ചേർത്ത് കൊടുക്കാം. ഉപ്പ് കൂടി ചേർത്ത് നമുക്ക് സവോള നന്നായിട്ട് മിക്സ് ചെയ്യാം. 1 ടീസ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർക്കുന്നുണ്ട്. പോർക്കിലേക്ക് നമ്മൾ ഓൾറെഡി ചേർത്തതാണ്. ഇത് ഗ്രേവിക്ക് വേണ്ടി മാത്രമുള്ളതാണ്. നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും എല്ലാം ആ ഒരു റോ ടേസ്റ്റും സ്മെല്ലും എല്ലാം മാറണം. നമ്മുടെ ഓണിയൻ നന്നായിട്ട് വഴന്നു വരണം. നമ്മൾ എന്ത് മസാല പ്രിപ്പയർ ചെയ്യുമ്പോഴും, ചിക്കൻ കറിക്കാണെങ്കിലും എഗ് മസാലയ്ക്കാണെങ്കിലും എന്തിനു വേണ്ടിയും മസാല പ്രിപ്പയർ ചെയ്യുമ്പോൾ സവോള നന്നായിട്ട് വഴന്നു വരുമ്പോഴാണ് നമ്മുടെ കറിക്ക് കൂടുതൽ ടേസ്റ്റ് കിട്ടുന്നത്. ഇപ്പൊ നമ്മുടെ സവോള നന്നായിട്ട് വഴന്ന് നമ്മൾ ചേർത്തതിന്റെ നേരെ ഹാഫായിട്ട് ചുരുങ്ങിയിട്ടുണ്ട്. നമുക്കിനി ഫ്ലെയിം ചെറുതാക്കി ഇട്ടിട്ട് ബാക്കി പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം. മസാലയ്ക്ക് ആവശ്യമായ പൊടികളാണ് ചേർക്കേണ്ടത്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി. ഇത്രയും പൊടികൾ ചേർത്ത് കൊടുത്തു. നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം. നന്നായിട്ട് മിക്സ് ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്കൊരു 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കാം. നമ്മൾ ചേർത്ത പൊടികളുടെ എല്ലാം ആ ഒരു റോ സ്മെല്ലും ടേസ്റ്റും എല്ലാം മാറിക്കഴിഞ്ഞു. നമുക്കിനി തക്കാളി ചേർത്ത് കൊടുക്കാം. ഒരു വലിയ തക്കാളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. തീരെ കുഞ്ഞായിട്ട് അരിഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ ചെറിയ തക്കാളി ആണെങ്കിൽ 2 എണ്ണം ചേർത്ത് കൊടുക്കാം. തക്കാളിയും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. തക്കാളി നന്നായിട്ട് വെന്ത് നമ്മുടെ മസാലയിലേക്ക് ചേർന്ന് നല്ലൊരു പേസ്റ്റ് പോലെ വരണം. നന്നായിട്ട് മിക്സ് ചെയ്തു. നമുക്കിനി ഇതൊന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. 5 മിനിറ്റ് മാക്സിമം അടച്ചു വെച്ച് കുക്ക് ചെയ്താൽ മതി. നമ്മുടെ തക്കാളി പെട്ടെന്ന് വെന്ത് കിട്ടും. നമ്മുടെ തക്കാളി ഇപ്പോൾ നന്നായിട്ട് സോഫ്റ്റായി വെന്ത് വന്നിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള പോർക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യാം. ഈ മസാലയിൽ കിടന്ന് നമ്മുടെ പോർക്ക് നന്നായിട്ട് ഒന്നുകൂടിയും കുക്കാവണം. നന്നായിട്ട് മിക്സ് ചെയ്ത് അടച്ചു വെച്ച് നമുക്കൊരു 10-15 മിനിറ്റ്സും കൂടി കുക്ക് ചെയ്യാം. കുറച്ച് മല്ലിയില സൈഡിൽ വെള്ളത്തിലെടുത്ത് വെച്ചിട്ടുണ്ട്. അതുകൂടി നമുക്ക് അരിഞ്ഞ് നമ്മുടെ മസാലയിലേക്ക് ചേർത്ത് കൊടുക്കാം. മല്ലിയിലയുടെ ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് കുറച്ച് കൂടുതൽ ചേർക്കാം. നമ്മുടെ മസാല ഇപ്പോൾ ഓൾറെഡി റെഡി ആയിട്ടുണ്ട്. ഇനി ആ ഗ്രേവി ഒന്നുകൂടി തിക്ക് ആവാനായിട്ട് കുറച്ച് സമയം കൂടി, ഒരു 10 മിനിറ്റ്സും കൂടി ഞാൻ കുക്ക് ചെയ്യാണ്. ഗ്രേവി വേണം എന്നുള്ളവർക്ക് ഈ സ്റ്റേജിൽ ഫ്ലെയിം ഓഫ് ചെയ്യാം. വെള്ളമെല്ലാം വറ്റി നമ്മുടെ ഗ്രേവി ഒന്നുകൂടി തിക്കായി നല്ല കുറുകി വന്നിട്ടുണ്ട്. നമുക്കിനി ദം ചെയ്യാനായിട്ട് നമ്മുടെ ബിരിയാണി പോട്ട് എടുത്ത് വെച്ചു. ആദ്യം നമുക്ക്
നല്ലൊരു തിക്ക് ലെയർ റൈസ് ചേർത്ത് കൊടുക്കാം. ഞാനൊരു 2.5 കപ്പ് ബസുമതി അരി വേവിച്ച് അതിന്റെ വെള്ളം ഊറ്റിക്കളഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. അരി വേവിക്കുമ്പം ഞാൻ ഉപ്പും കുറച്ച് മല്ലിയിലയും മാത്രമേ ചേർത്തിട്ടുള്ളൂ. 2 രീതിയിലാണ് ബിരിയാണിയുടെ റൈസ് വേവിച്ചെടുക്കുക. ചിലര് വെള്ളം വറ്റിച്ചെടുക്കും, ചിലർ ഊറ്റിയെടുക്കും. ഞാൻ ഊറ്റിയാണ് എടുക്കുക. അതായത് കുറച്ചധികം വെള്ളം വെച്ചിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നമ്മുടെ ബസുമതി റൈസ് ഇട്ട്, ബസുമതി റൈസ് ഒരു 90% കുക്കായി കഴിയുമ്പം വെള്ളം ഊറ്റിക്കളഞ്ഞിട്ട് റൈസ് മാത്രം സെപ്പറേറ്റ് എടുക്കുകയാണ് ഞാൻ ചെയ്യുക. നമുക്കിതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഓൾറെഡി പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുള്ള പോർക്കും അതിൻ്റെ മസാലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി വീണ്ടും ഇതിൻ്റെ മുകളിൽ കുറച്ചുകൂടിയും റൈസ് ഇടാം. ഒരു കുഞ്ഞു സവോള തീരെ കനം കുറച്ചരിഞ്ഞ് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് തിരുമ്മി എണ്ണയിൽ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൂടി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ചേർത്ത് കൊടുക്കാം. മല്ലിയില ചെറുതായി അരിഞ്ഞതും കൂടി ചേർക്കുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് കാഷ്യൂനട്ടും കിസ്മിസും കൂടി ഫ്രൈ ചെയ്ത് ഇടാവുന്നതാണ്. ഇനി നമുക്ക് ബിരിയാണി ചെമ്പ് അടച്ചിട്ട് തീരെ ഫ്ലെയിം ചെറുതാക്കി ഇട്ടിട്ട് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. ഈ പാത്രത്തിന്റെ മുകളിൽ നമുക്ക് തൊടുമ്പോൾ നല്ല ചൂട് ഫീൽ ചെയ്യണം. അതുവരെ നമുക്ക് ഇതിനെ ദം ചെയ്യാം. ഞങ്ങളുടെ ചാനലിൽ ഗസ്റ്റ് ഷെഫായി വരാൻ താല്പര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന ഇമെയിൽ ID വഴിയോ ഞങ്ങളുടെ ഫേസ്ബുക്ക് പേജ് വഴിയോ കോൺടാക്റ്റ് ചെയ്യുക. നമ്മുടെ പോർക്ക് ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു സെർവിങ് ഡിഷിലേക്ക് നമ്മുടെ പോർക്ക് ബിരിയാണീനെ മാറ്റാം. അധികം ആരും ട്രൈ ചെയ്ത് നോക്കാത്ത ഒരു റെസിപ്പിയാണ് പോർക്ക് ബിരിയാണി. നമ്മൾ പോർക്ക് മേടിക്കുമ്പം അതിൻ്റെ ഉള്ളിൽ എല്ലോട് കൂടിയ പീസൊക്കെ ഉണ്ടെങ്കിൽ അത് വെച്ച് നമുക്ക് കറി ഉണ്ടാക്കുമ്പം അത്ര ടേസ്റ്റി ആവില്ല. പക്ഷെ ആ പീസുകൾ മാറ്റി വെച്ച് അത് വെച്ച് നമുക്ക് ബിരിയാണി ഉണ്ടാക്കിയാൽ അത് നല്ലതായിരിക്കും. പോർക്ക് ബിരിയാണി ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങളുടെ ഫീഡ്ബാക്സ് കമൻസിലൂടെ ഞങ്ങളെ അറിയിക്കും. ഇനി ടിപ്പ് ഓഫ് ദി ഡേ, ഒരു ടിപ്പ് കൂടി ഞാൻ പറഞ്ഞുതരാം. ബിരിയാണി ഉണ്ടാക്കുമ്പോൾ ബിരിയാണി റൈസ് കഴുകി നീറ്റാക്കിയതിനു ശേഷം 15 to 30 മിനിറ്റ്സ് വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചാൽ ബിരിയാണി കഴിക്കുമ്പോൾ അരി നല്ല സോഫ്റ്റ് ആയിരിക്കും. പക്ഷേ കഴുകിയതിനു ശേഷം മാത്രമേ സോക്ക് ചെയ്ത് വെക്കാവുള്ളൂ, അല്ലെങ്കിൽ കഴുകുമ്പോൾ അരി പൊടിഞ്ഞു പോകും. പോർക്ക് വെച്ചിട്ടുള്ള മറ്റു റെസിപ്പികൾ ഞാൻ അമ്മൂസ് മന്ത്ര എന്ന ചാനലിൽ ഓൾറെഡി ഷെയർ ചെയ്തിട്ടുണ്ട്. ട്രൈ ചെയ്യാൻ ആഗ്രഹമുള്ളവർ തീർച്ചയായും അത് വന്ന് കാണുമല്ലോ. മറ്റൊരു നല്ല യൂസ്ഫുൾ വീഡിയോയുമായി സ്ട്രോബെറി ചാനലിൻ്റെ ഗസ്റ്റ് ഷെഫ് സെഗ്മെന്റിലൂടെ വീണ്ടും കാണാം. ടിൽ ദെൻ സ്റ്റേ സേഫ്, ടേക്ക് കെയർ, ബൈ.